കാസർഗോഡ് ബേക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തു. പോക്സോ കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് സൈനുദ്ദീൻ വിക്കെതിരെയുള്ള നടപടി. വിവരങ്ങൾ നൽകാനായി ഷഫീഖ് നസറുള്ള ചേരുന്നുണ്ട്. ഷഫീഖ്, എന്താണ് ഇയാൾക്കെതിരെയുള്ള കേസ്? പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന കേസിലാണ് ബേക്കൽ AEO വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി കുട്ടിയെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് വിവിധ ആളുകൾ പീഡിപ്പിച്ചു എന്നാണ് പരാതിയിലുള്ളത്. ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ടതിന് ശേഷമാണ് ഈ പൂർത്തിയാവാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ചത്. 16 കേസുകൾ ഇപ്പോൾ ചന്ദേര പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 16 പ്രതികൾ 15 കേസുകൾ പോക്സോ കേസുകളാണ് ഉള്ളത്. ഇതിൽ 10 പ്രതികൾ ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളവരാണ്. അതിൽ 9 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ ഉള്ള ആളുകളാണ്. വിവിധ സമയങ്ങളിലായി ഈ ആൺകുട്ടിയെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ച് കഴിഞ്ഞ 2 വർഷമായി ിപ്പിച്ചു എന്നാണ് കേസിലുള്ളത്. കഴിഞ്ഞ ദിവസം ഒരാൾ ഈ കുട്ടിയുടെ വീട്ടിൽ എത്തിയിരുന്നു. അപ്പോൾ മാതാവ് അത് ശ്രദ്ധയിൽപ്പെടുകയും മാതാവ് കണ്ട ഉടനെ അദ്ദേഹം ഓടി രക്ഷപ്പെടുകയുമാണ് ചെയ്തത്. അതിനെ തുടർന്നാണ് ചന്ദേര പോലീസിൽ മാതാവ് പരാതി നൽകിയത്. ഇതിനുശേഷം ചൈൽഡ് ലൈൻ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. ആ മൊഴിയിൽ നിന്നാണ് കഴിഞ്ഞ 2 വർഷമായി ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന വിവരം പുറത്തു വരുന്നത്. 16 പേരാണ് ഇങ്ങനെ പീഡിപ്പിച്ചത്. അതിൽ 9 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 10 പേരാണ് ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളത്. മറ്റത് കണ്ണൂറും കോഴിക്കോട് ജില്ലകളിലുമാണ് മറ്റുള്ള പ്രതികളുള്ളത്. അതാത് സ്റ്റേഷനുകളിലേക്ക് ഈ കേസുകൾ കൈമാറിയിട്ടുണ്ട്. മുഴുവൻ പ്രതികളെയും ഉടൻ പിടികൂടാനാവും എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭ്യമാകുന്ന വിവരം. ഒരാൾ ഇപ്പോൾ ഒളിവിലുണ്ട്. 10 പേരിൽ ഒരാൾ ഒളിവിലാണ്. 9 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ആ കേസിലാണ് ബേക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കാസർഗോഡ് ബേക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പോക്സോ കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് നടപടി. വിവരങ്ങൾ നൽകിയത് ഷഫീഖ് നസറുള്ളയാണ്.